കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി വൈകുന്നതായി ആക്ഷേപം. ശക്തമായ മഴയും കാറ്റുമുള്ള സമയങ്ങളിൽ മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവ് സംഭവമായി മാറുകയാണ്. വിനോദസഞ്ചാരികളുടെ അടക്കം ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിൽക്കുന്നത്. മണ്ഡലകാല സീസൺ ആരംഭിച്ചതോടെ നിരവധി അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പാതയുടെ വശങ്ങളിൽ മൺതിട്ടയ്ക്ക് മുകളിൽ നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്നത്. ചില മരങ്ങൾ ഉണങ്ങി ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലുമാണ്. മരങ്ങളുടെ അപകടാവസ്ഥ നിരവധി തവണ മാധ്യമ വാർത്തയായതാണ്. എന്നാൽ മരങ്ങൾ വെട്ടിമാറ്റാൻ ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടി വൈകുന്നു. ഇതിനോടകം നിരവധി മരങ്ങളാണ് വാഹനങ്ങൾ കടന്നുപോകുന്ന വേളയിൽ റോഡിലേക്ക് വീണതും ഗതാഗത തടസ്സം ഉണ്ടായതും. കഴിഞ്ഞ ദിവസം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ പാതയിൽ കുടുങ്ങി. തിങ്കളാഴ്ച രാത്രി ഒരു 10:30 റോഡിലോട്ട് ഒരു ഉണങ്ങി നിന്ന മരം ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലും പരാതി കൊടുത്തിരുന്നതായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് പരാതി കൊടുത്തു, എന്നിട്ടും അത് വെട്ടിമാറ്റാത്തതുകൊണ്ട് 10:30 രാത്രി ലൈൻ കമ്പിയുടെ മണ്ടയിലോട്ട് വീണ് ഒരു 1.5 മണിക്കൂർ ബ്ലോക്കായി. ഒരു 2 കിലോമീറ്റർ മുകളിലോട്ടും താഴോട്ടും റോഡ് വഴി നീളെ വണ്ടി ബ്ലോക്കായിരുന്നു. അതുപോലെ നൂറുകണക്കിന് മരങ്ങളാണ് ഈ റോഡ് സൈഡിൽ കൂടെ നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന്. റോഡ് വക്കത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. മഴക്കാലത്തും അല്ലാതെയുമായി മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണുമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ വിഷയത്തിൽ നിസ്സംഗത തുടരുകയാണ്. അടിയന്തരമായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പീരിമേട്.